ഹലോ, സിവിൽ സർവീസ് പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് റിട്ടൺ എക്സാം, പ്രോജക്ട്സ്, ഇൻ്റർവ്യൂ എന്നിങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ട്. പക്ഷേ CA എക്സാം മെയിൻലി വിലയിരുത്തുന്നത് റിട്ടൺ എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് എക്സാം ഹാളിൽ 3 hours പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ. സോ ആ 3 hours ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. November 20 എക്സാമിൽ ഞാൻ CA എക്സാമിൻ്റെ ഒബ്സർവറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് സ്റ്റുഡൻസ് കാണിച്ച ഒത്തിരി മിസ്റ്റേക്സുകൾക്ക് ഞാൻ എവിഡൻ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് CA എക്സാം എഴുതുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതെന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം. പോയിന്റ് നമ്പർ 1, ABC അനാലിസിസ്. നമുക്കറിയാവുന്നതാണ് CA സിലബസ് വളരെ ഹ്യൂജാണ്. കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കും ഒരേ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ABC അനാലിസിസ് ഉദ്ദേശിക്കുന്നത് ഓരോ ടോപ്പിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യാം. എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക? അത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും അതിൻ്റെ ഫാക്കൽറ്റിയോട് നമുക്ക് ചോദിക്കാം. അതുമല്ലെങ്കിൽ ICA വെബ്സൈറ്റിൽ ഓരോ ടോപ്പിക്കിൻ്റെയും വെയിറ്റേജ് അവൈലബിൾ ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എക്സാമ്പിളായിട്ട് CA ഇൻ്റർമീഡിയറ്റിൻ്റെ ഇൻകം ടാക്സ് എങ്ങനെയാണ് നമുക്ക് ABC കാറ്റഗറൈസ് ചെയ്യുന്നത് നോക്കാം. കാറ്റഗറി എയിൽ വരുന്നത് റീസെൻറ്റ് അമെൻമെൻറ്റ്. ഇപ്പം January 21 എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഫിനാൻസ് ആക്ട് 2019 അതിനുശേഷം വന്ന റീസെൻറ്റ് അമെൻമെൻറ്റും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട RTP, മോക്ക് ടെസ്റ്റ്, അഡീഷണൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ചെയ്ത് ഈ ഏരിയയിൽ എക്സ്പേർട്ട് ആവുക. അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും TDSഉം ചെറിയ പോർഷനാണ്. ഓൺ ആൻ ആവറേജ് 8 മാർക്കിന് ചോദിക്കാറുണ്ട്. കാറ്റഗറി ബിയിൽ നമുക്ക് അതർ ഹെഡ്സ് ഓഫ് ഇൻകം ഉൾപ്പെടുത്താം. സാലറി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, IFOs. കാറ്റഗറി സിയിൽ അതർ ചാപ്റ്റേഴ്സ്, ഇപ്പം റെസിഡൻഷ്യൽ, ക്ലബിങ്, സെറ്റ് ഓഫ് എക്സെട്ര. ഇത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഒരുപക്ഷെ നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. മെയിൻ തിങ് ABC അനാലിസിസ് ചെയ്യാം. ഇങ്ങനെ ചെയ്താലുള്ള ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഡേ ബിഫോർ എക്സാമിന് നമ്മൾ പ്രയോറിറ്റി വൈസിൽ നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിമെമ്പർ, ഡു നോട്ട് ലേൺ എനിത്തിങ് ദാറ്റ് യു കനോട്ട് റിവൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പഠിക്കരുത്. കാരണം പഠിച്ചിട്ട് എക്സാം ഹാളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, ഉറപ്പാണ്. ചില സ്റ്റുഡൻസ് കാണിക്കുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് ആണ് ഡേ ബിഫോർ എക്സാമിൽ അവർ RTP സോൾവ് ചെയ്യും. നിങ്ങൾക്കറിയാം, RTPയിലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതൊരു പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ലോ ലെവലിലേക്ക് പോകുന്നതിന് കാരണമാകും. നമുക്കറിയാവുന്നതാണ് CA എക്സാം ഇസ് ഓൾസോ എ ടെസ്റ്റ് ഓഫ് കോൺഫിഡൻസ്. സോ ഒരിക്കലും പാളരുത്. ഓക്കെ, പോയിന്റ് നമ്പർ 2, മോക്ക് ടെസ്റ്റ്. ഒരിക്കലും CA മെയിൻ എക്സാമിന് പോയിട്ടാകരുത് നമ്മൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത്. അതിന് മുമ്പേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ട്രയൽ ചെയ്യേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പക്ഷേ എന്തെങ്കിലും എക്സ്ക്യൂസ് കണ്ടെത്തിയിട്ട് അത് നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. സോ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്, ഒരിക്കലും മോക്ക് ടെസ്റ്റ് ചെയ്താൽ എക്സാം ഹാളിലേക്ക് പോകരുത്. കാരണം എന്തായാലും എക്സാം എഴുതുന്ന സമയത്ത് ഒത്തിരി മിസ്റ്റേക്സ് നമ്മൾ വരുത്താനുണ്ട്. സോ അത് കാലേ കൂട്ടി എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ഒന്നും തിരുത്താനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്തലാണ്. ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്തത് സിസ്റ്റം എങ്ങനെയാണ്, ICAയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്ത് ഞാൻ പഠിക്കുന്ന റൂമിൽ എക്സാം ഹാളിൽ എങ്ങനെയാണോ അതേ രീതിയിൽ അറേഞ്ച്മെൻറ്റ് വരുത്തി കറക്റ്റ് 1:45 എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യും. അതുപോലെ 2 o'clock ആൻസർ എഴുതാൻ തുടങ്ങും. ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന എനിക്കറിയാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യും. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ റീഡ് ചെയ്യാറില്ല. ഈ ബെസ്റ്റ് ക്വസ്റ്റ്യനെ എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതിലായിരിക്കും പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നോർമലി ക്വസ്റ്റ്യൻ നമ്പർ 4, 5, 6 വെച്ചിട്ടായിരിക്കും ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും ക്വസ്റ്റ്യൻ നമ്പർ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യാറില്ല. പിന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് അതിൻ്റെ എല്ലാ ഓപ്ഷനും കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്, ABCD മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനിൽ അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 4 എനിക്ക് ആദ്യം അറിയുന്നത് D ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നമുക്ക് ഷഫ്ലിംഗ് ചെയ്യാം. ബട്ട് മെയിൻ തിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ എല്ലാ ഓപ്ഷനും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പോയിന്റ് നമ്പർ 3, ഡു നോട്ട് ലേൺ എനിത്തിങ് ആഫ്റ്റർ 1:30 ഓൺ എക്സാം ഡേ. ഞാൻ CA എക്സാമിൽ ഒബ്സർവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു കുട്ടി 1 o'clock എക്സാം സെൻറ്ററിലേക്ക് വരുന്നത്, പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1:45 എക്സാം എഴുതാനുള്ള ബെല്ലടിച്ച് കുട്ടി എക്സാം ഹാളിലേക്ക് കയറിയില്ല. ഏകദേശം 2:25 വരെ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ വിളിച്ചിട്ടാണ് എക്സാം ഹാളിലേക്ക് കുട്ടി കയറുന്നത്. കാരണം 2:30 ശേഷം എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല. ആ കുട്ടി വരുന്നത് എന്തോ കണ്ട് പേടിച്ച് വളരെ പാനിക്കായിട്ടാണ്. എന്താണ് ഇതിൻ്റെ ആവശ്യം? നമുക്കറിയാവുന്നതാണ്, എത്രത്തോളം നമ്മൾ സ്ട്രെസ്സ് കൂടുന്നു അത്രത്തോളം നമുക്ക് എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ ഫ്രണ്ട്സ്, മാക്സിമം 1:30 വരെ പഠിക്കുക. അതിനുശേഷം കുറച്ച് റിലാക്സ് ആവുക, എക്സാമുകളിൽ കയറുക, ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, പോയിന്റ് നമ്പർ 4, സ്ലീപ്പ്.
ഉറക്കം ഒഴിവാക്കിയിട്ട് ഒരിക്കലും പഠിക്കരുത്. എക്സാം ഒബ്സർവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായൊരു അനുഭവമാണ്. എക്സാം സ്റ്റാർട്ട് ചെയ്ത് 3 o'clock ആ സമയത്ത് ഒരു കുട്ടിക്ക് ഭയങ്കര തലവേദനയും ഛർദിയും. ശേഷം അരമണിക്കൂർ റെസ്റ്റ് എടുത്ത് സമാധാനമായില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ പാരൻസ് വന്നിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി എക്സാം എഴുതാതെ. ഉണ്ടാകാനുള്ള കാരണം തലേന്ന് രാത്രി അദ്ദേഹം ഉറങ്ങിയത് 3 മണിക്കൂറാണ്. സോ എന്തായാലും നമ്മൾ പ്രോപ്പർ സ്ലീപ്പ് എൻഷുർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 6 to 8 hours എന്തായാലും ഉറങ്ങണം. ഈ പറഞ്ഞ കാര്യം ഒരു പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. നമുക്കറിയാം കണ്ണിലെ കാഴ്ച പോകാൻ ചെറിയ കരട് മതി, അതുപോലെ നമ്മൾ തോൽവിയിലേക്ക് നയിക്കാൻ ഇത്തരം ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ മതി. സോ പ്ലീസ് ബി കെയർഫുൾ. ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് വാച്ചിങ്.